സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിച്ചതെന്ന് കെ സുധാകരൻ എം പി. അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും യു.ഡി.എഫിന് നേടാനായതെന്നും സുധാകരൻ പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയാണ് യു.ഡി.എഫിന് ആയുധമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ്. മഹാഭൂരിപക്ഷവും ഐക്യജനാധിപത്യ മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, ഞങ്ങളുടെ കഴിഞ്ഞകാല കഥ, അതൊക്കെ ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവന്നു എന്നതിന് തെളിവാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട്. ആ പഞ്ചായത്തൊക്കെ പിടിച്ചെടുത്തതിൻ്റെ പിറകിൽ ജനങ്ങളുടെ പിന്തുണയാണ്. ആ പിന്തുണ ഞങ്ങളിലുള്ള വിശ്വാസമാണ്, ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസം. ആ വിശ്വാസം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു, കണ്ണൂരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം. ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് പോലും തോറ്റു. അതൊക്കെ ഇതാ റിസൾട്ട്. വിശ്വസിക്കണ്ടേ? പിണറായി വിജയൻ പറഞ്ഞാൽ ഈ കേരളത്തിൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത്? CPM-കാർ വിശ്വസിക്കുമോ? ഈ പറയുന്ന കാര്യത്തിനകത്ത് വല്ല വസതിയുണ്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഈ രാജ്യത്ത് കള്ളപ്പണം ഉണ്ടാക്കി കൊള്ളപ്പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കാനല്ലാതെ പിണറായി വിജയൻ അധികാരം എന്തിനു ഉപയോഗിച്ചു? എവിടെ വികസനത്തിന് പിണറായി വിജയൻ പ്രവർത്തിച്ചു? എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഒരു 5 കാര്യം എടുത്ത് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അദ്ദേഹം പണമുണ്ടാക്കി, കോടാനുകോടികൾ ഉണ്ടാക്കി. അത് മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്തേക്ക് പോയി. അതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യം. അതുകൊണ്ട് കള്ളപ്പണം കൊണ്ട് ഈ സംസ്ഥാനം ഉള്ളം കയ്യിലെടുക്കാമെന്ന് ശ്രമിച്ച പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം. CPM-ന്റെ മേഖലയിൽ പോലും അവർ തോറ്റു. അത് ഓർക്കേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ളക്ക് അവരെ പിന്തുണയില്ലേ? അല്ലെങ്കിൽ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നിർത്തുമോ? എന്തുകൊണ്ട് ബാക്കിയുള്ള 2 പേര് മാത്രം ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് പിറകിൽ വേറെ ആളുകളില്ലേ? എന്തേ ആരെയും അറസ്റ്റ് ചെയ്യാത്തത്? അത് കള്ളന്മാരോടൊപ്പം കൊള്ളക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെ കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതിഷേധത്തിൻ്റെ അലയടിയാണ് ഈ കണ്ട തിരഞ്ഞെടുപ്പ് എന്ന് നിയമസഭയിലേക്കുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കും. നിശ്ചയമായും 100% നമുക്ക് ആത്മവിശ്വാസം കൂടിയല്ലേ. നമ്മൾ നേരെ ചൊവ്വേ പോകുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. പറയുന്നത് കാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആ വിശ്വാസം ജനങ്ങളിൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയം. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ മുൻപോട്ട് പോകും.